എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന് സർപ്രൈസ് കൊടുക്കണമെന്ന് അവൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞു. അതിനെന്താ, കൊടുത്തു കളയാലോ. ഒരു ടീഷർട്ടും ഷർട്ടും കേക്കുമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കുമ്പോൾ ഗിഫ്റ്റ് കവറും റിബണും ഒരേ കളറ്. ഞങ്ങൾ ആ കവറാ തിരിച്ചാണ്ട് പൊതിഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്, സെറ്റായില്ലേ? ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടിയിട്ട് ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അതിൽ മെയിനതേ ഇവനാണേ. ഇത് കൊളാക്കാനുള്ള 18 അടവും അവൻ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുവോ? അവനും വിട്ടു തരുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് പൊതിഞ്ഞു. ഇനി നമുക്ക് റിബൺ കെട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആയുധം എടുത്തു. റിബൺ കൊണ്ട് ഞങ്ങളൊരു പൂക്കളം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേ ഓർത്തത് ഒരു സാധനം വാങ്ങിയില്ലല്ലോ. എന്താണ്? കേക്ക്. അങ്ങനെ ഞങ്ങൾ ലുലു പോയിട്ട് കേക്കും വാങ്ങി. ഞങ്ങൾ പാർക്കിലാണ് കേട്ടോ പോയത്. അബുദാബി ഫോർമൽ പാർക്കിലാണ് പോയത്. ഞങ്ങൾ പാർക്കിൽ പോകുമ്പോൾ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട് കേട്ടോ. അതുപോലെ ഇന്നും വിളിച്ചു. അവൻ വരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നൂഹിനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അവൻ അത് മാക്സിമം മുതലാക്കി. അങ്ങനെ കക്ഷി എത്തിയിട്ടോ. ഞങ്ങളടുത്ത് കുറച്ചു നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഗിഫ്റ്റ് അങ്ങ് പുറത്തെടുത്തു. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ ഉഷാറായി കഴിഞ്ഞു. ബൈ.